മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഇനി കരുണ ഇങ്ങോട്ട് വരുമോ ഇല്ലേ എന്നറിയില്ല എന്ന് പറയുമ്പോൾ, കരുണ ഇനി ഇങ്ങോട്ട് വരിക എന്നും വേണ്ട, എനിക്ക് അവളെ ഭാര്യയായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയരുത്, അവൾക്ക് അളവില്ലാത്ത സ്വത്തുക്കളുണ്ട്, അതെല്ലാം കിട്ടണമെങ്കിൽ അവളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണമെന്നെല്ലാം ദുർഗ പറയുന്നത് കേൾക്കുമ്പോൾ, അതിന് അവളുടെ അച്ഛൻ വലിയ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, എനിക്ക് ഇതുവരെ ഒരു ചില്ലി കാശ് പോലും തന്നിട്ടില്ലെന്നും അവൾക്ക് കൊടുത്തിട്ടുള്ള സ്വർണവും പൈസയും എല്ലാം അവളുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നെല്ലാം ഉണ്ണി ദുർഗയോടായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെല്ലാം അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ചിതയിൽ വെച്ച് കത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഉണ്ണി. പിന്നീട് മോഹിനിയോടായിട്ട് കരുണ പറയുന്നുണ്ട്, എനിക്ക് അവിഹിത ഗർഭമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അയാൾ സംശയിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അയാളുടെ മുഖത്തിനിട്ട് അടിച്ചതെന്നെല്ലാം മോഹിനിയോട് പറയുമ്പോൾ, മോഹിനി പറയേണ്ട ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയാണോ നീ അവൻ്റെ മുഖത്തിനിട്ട് അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അമ്മയ്ക്കെല്ലാം അതെല്ലാം നിസ്സാര കാര്യമായിരിക്കും, കാരണം എനിക്ക് അവനെ പേടിയില്ല, അമ്മയ്ക്കാണെങ്കിൽ അച്ഛനെ പേടിയുണ്ട്, പക്ഷേ ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും ബോൾഡായിട്ട് തന്നെ പെരുമാറും, അല്ലാതെ എല്ലാവരുടെയും വായിലിരിക്കുന്നതും കേട്ടുകൊണ്ട് തന്നെ നിൽക്കുന്ന സ്വഭാവമൊന്നും ഇപ്പോൾ പെൺകുട്ടികൾക്കില്ല എന്നെല്ലാം മോഹിനിയോടായിട്ട് പറയുന്നുണ്ട് കരുണ. ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട എന്നെല്ലാം കരുണ പറയുന്നത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അവൻ്റെ അച്ഛനെ കൊന്നതും നിൻ്റെ അച്ഛനാണെന്നറിഞ്ഞാൽ നിന്നെയായിരിക്കും അവന് വീട്ടിൽ കൊണ്ട് നിർത്തുന്നതെന്ന് പറയുമ്പോൾ, അമ്മ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നു. അങ്ങനെ നടന്ന സത്യങ്ങളെല്ലാം കരുണയോടായിട്ട് ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട് മോഹിനി. ഇത് കേട്ട് വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട് കരുണ. ലക്ഷ്മിയുടെ വിവാഹത്തിന് ശേഷം അമ്മ പറയുന്നതെല്ലാം കള്ളമാണെന്നും അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ വായിൽ നിന്നും കേട്ടാൽ മാത്രമേ ഞാനിത് വിശ്വസിക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് തന്നെ നേരിട്ട് തന്നെ വിവരങ്ങൾ അറിഞ്ഞു വായെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. പിന്നീട് മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അടുത്തെത്തുന്ന കരുണയോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഈ തോമസ് വൈദ്യൻ അത്ര ചില്ലറക്കാരനൊന്നുമല്ല, അയാൾ വിചാരിച്ചാൽ മോൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല, അതുകൊണ്ട് ലക്ഷ്മിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ മോൾക്ക് വേണം ഒരു കുഞ്ഞുണ്ടാകാൻ എന്ന് മുത്തശ്ശി പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഇങ്ങോട്ട് വന്നത്, എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതാപനും മുത്തശ്ശിക്കും ആകെ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. അങ്ങനെയും നമ്മുടെ കരുണ ചോദിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞ കാര്യം സത്യമാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നും കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ബൈക്കിൽ തട്ടിയത് അച്ഛൻ്റെ ലോറിയാണോ എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ആ രാക്ഷസി ഇവളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇനിയൊന്നും മറച്ചു വെക്കേണ്ട പ്രതാപ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയെന്ന് പ്രതാപൻ കരുണയോട് പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അമ്മയോട് നിങ്ങൾ ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കരുണാലയത്തിലോട്ട് തന്നെയാണ് കരുണ വരുന്നത്. അവിടെ വരുമ്പോഴേക്കും അവിടെ ഉണ്ണിയെ കാണുന്നതും കരുണയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ ഉണ്ണിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു കരുണയെ കൊണ്ടുപോകാനായിട്ട്. കാരണം ഇനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന കരുണ ഉണ്ണിക്കൊപ്പം പോകുമെന്ന് മോഹിനിക്ക് നല്ല തീർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഉണ്ണിയെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ണിയെ കാണുന്നതും കരുണയ്ക്കാണെങ്കിൽ ഉണ്ണിയുടെ മുഖത്ത് നോക്കാൻ കൂടെയുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. കാരണം കണ്ണേട്ടൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും അച്ഛനെ കൊന്നത് എൻ്റെ അച്ഛനാണല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ് നമ്മുടെ കരുണയുടെ മുഖത്ത് മുഴുവൻ. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോടൊപ്പം പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ദേഷ്യം എന്നോട് മാറിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ തന്നെ കരുണ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, മോനെ ഇനി അവൾക്ക് ഒരിക്കലും ദേഷ്യമുണ്ടാവില്ല മോനോട്, അത്രയ്ക്കും അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് മോൻ്റെ കൂടെ ഇനി സന്തോഷത്തോടു കൂടി തന്നെ അവൾ ജീവിക്കുമെന്നെല്ലാം മോഹിനി പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ മോഹിനിയെ നോക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയോടൊപ്പം പോകുന്ന കരുണയാണെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. അങ്ങനെ വണ്ടി നിർത്തിക്കൊണ്ട് തന്നെ കരുണയും ഉണ്ണിയും പുറത്തിറങ്ങുന്നു. എന്നിട്ട് ഉണ്ണിയോടായിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ്റെ പിറന്നാൾ ദിവസമല്ലേ കണ്ണേട്ടൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും അച്ഛൻ മരിച്ചതെന്ന് ചോദിക്കുകയാണ് കരുണ. എന്നിട്ട് ഒരു ടിപ്പർ വന്നിടിച്ചല്ലേ മരിച്ചതെന്നും ആ ടിപ്പർ ഓടിച്ചിരുന്നത് ആരായിരുന്നോ എന്നും അത് ഓടിച്ചിരുന്ന ആളൊരു ദുഷ്ടനായിരിക്കുമെന്നെല്ലാം ഇങ്ങനെ കരുണ ആണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുമ്പോൾ, ഉണ്ണിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, അയാളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അത്രത്തോളം ഞങ്ങളുടെ അച്ഛനെ ഇല്ലാതാക്കിയ ഒരാളാണെന്നും എല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കരുണയാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കരുണയാണെങ്കിൽ ഇതെല്ലാം ഉണ്ണിയോടായിട്ട് ചോദിക്കുന്നത് മോഹിനിയുടെ വായിൽ നിന്നും എന്തെങ്കിലും കാര്യം ഈ ഉണ്ണി അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കരുണ ഈ ഒരു കാര്യം അപ്പോൾ ഉണ്ണിയോട് ചോദിക്കുന്നത്. ഉണ്ണി അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കരുണ അങ്ങനെ തീർച്ചപ്പെടുത്തുകയാണ്.
അങ്ങനെ കമലേശ്വരത്ത് വരികയാണ് ഉണ്ണിയും കരുണയും കാണുന്ന സമയത്ത് ദുർഗയ്ക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, മോള് ചെയ്തതിൽ എനിക്ക് ഒട്ടും വിഷമമില്ല, ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്തു പോകും. സ്വന്തം ചാരിത്രത്തെ സംശയിക്കുന്ന ഭർത്താവിനെ ആരെങ്കിലും വെറുതെ വിടുമോ? അതുകൊണ്ട് മോൾ അടിച്ചത് നന്നായെന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് കരുണ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അമ്മേ, അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്, അതിലെനിക്കൊരു കുറ്റബോധവും ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ദുർഗയ്ക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ ദുർഗയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലല്ലേ നിങ്ങളുടെ വീടും പറമ്പുമെല്ലാം, അതെല്ലാം ഇനി മോളുടെ പേരിലോട്ട് തന്ത്രപൂർവ്വം തന്നെ എഴുതിയെടുക്കണം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അത് കിട്ടാതെയാവും, പിന്നെ ലക്ഷ്മിയുടെ പേരിലോട്ടും ആ സ്വത്തുക്കളെല്ലാം പോകും. അതുകൊണ്ട് മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള സ്ഥലം മോളുടെ പേരിലോട്ട് തന്നെ എഴുതി മേടിക്കണം. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു വകയായിട്ട് മാറും എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്തിനാ അമ്മ ഇതെല്ലാം എന്നോട് പറഞ്ഞു എന്നെല്ലാം കരുണ തിരിച്ച് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ടല്ല, ഇനിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയല്ലേ മോളെ, ഇനി ഇതെല്ലാം നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ അതിനെല്ലാം ഉള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇതെല്ലാം അത് ലക്ഷ്മിക്കും കൂടെ അവകാശപ്പെട്ട സ്വത്തുക്കളല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.